ഡാഷ്മോന്റെ ലീലാവിലാസങ്ങൾ. ഇത് ഡാഷ്മോനല്ല, അതുക്കും മേലെ. പുള്ളിക്ക് എന്നോട് അങ്ങ് പ്രേമമാ. സത്യത്തിൽ അതാണ് പുള്ളിക്ക് എന്നോട് പ്രേമമാ. പുള്ളി അറിയുന്നത് സുന്ദരിയാണ്, വരുമ്പോ എന്റെ അടുത്ത് വരണം, ഞാൻ എന്ത് സഹായവും ചെയ്തു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേറെ കല്യാണം കഴിക്കണം, ചെറിയ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ വേണ്ട തിരുമേനി, എനിക്കിപ്പം ഭർത്താവ് ഉണ്ടല്ലോ, സുഖമില്ലെങ്കിലും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യണമെന്ന് ഓർമ്മയില്ലേ എന്ന് പച്ചയ്ക്ക് എന്നോട് ചോദിക്കുക. സത്യമായിട്ടും ഈ മെത്രാൻ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, തിരുമേനി എന്നതായി പറയണേ, തിരുമേനി എനിക്ക് ശരീരം പോലും വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തിരുമേനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ലൗകിക ജീവിതം ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇതിന് പോയി കെട്ടി ജീവിക്കാൻ പറ്റുമായിരുന്നോ? അതെ, എനിക്ക് ലൗകിക ജീവിതം ഉണ്ടെന്ന്, എനിക്ക് ലൗകിക ജീവിതം ഉണ്ട്, പക്ഷെ എനിക്ക് ഇതും ഉണ്ടെന്ന്. ഞാനൊരാണല്ലേ, ഇങ്ങനെയുണ്ടെന്ന്, ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്ന്. അത് പുള്ളി എന്നോട് പറഞ്ഞ്, പിന്നെ സഭയൊന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം, എന്താ ആവശ്യമെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആരും അറിയാതെ ഞാനൊരു വൈഫായിട്ട് തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു. ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനും ഒരു അധ്യാപകനുമായ ഫാദർ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നം ഭദ്രാസന മെത്രാൻ നിക്കോദിമോസിനെ ഡാഷ്മോനെ എന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു. മാധ്യമങ്ങളിലെല്ലാം അന്നത് വളരെ പ്രാധാന്യത്തോടെ വാർത്തയും വന്നിരുന്നു. അതിനെ തുടർന്ന് ആഭാസന്മാരായ ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരുടെ സന്നദ്ധി സംഘം കോട്ടയം അധോലോകത്ത് വട്ടമേശൻ സമ്മേളനം കൂടി ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നത്തിനെ വൈദിക ശുശ്രൂഷകളിൽ നിന്ന് വിലക്കി മാറ്റി നിർത്തി. ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ആ സംഭാഷണം നിങ്ങൾ മറന്നുപോയെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. സഭയ്ക്ക് പേടിക്കുന്ന വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാരെ മതിയെങ്കിൽ അവരെ കൊണ്ടു നടന്നോളൂ, എന്നെ മുടക്കിക്കോളൂ, ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്നുള്ളത് നാട്ടുകാർക്കറിയാം, മുടക്കണമെങ്കിൽ മുടക്കിക്കോ. നിക്കോദിമോസേ, എടാ ഡാഷ്മോനെ, നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സില്ലടാ. നിക്കോദിമോസ് എന്ന മെത്രാൻ വേഷധാരിയായ ആഭാസനെ ഒരു വൈദികനായ തനിക്ക് ഡാഷ്മോനെ എന്ന് വിളിക്കുവാൻ തക്ക കാരണമുണ്ടെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കും എന്ന് കരുതി അദ്ദേഹം അത് പുറത്തുവിട്ടിരുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ സഭ ഏർപ്പെടുത്തിയ കമ്മീഷന്റെ മുന്നിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫാദർ വാഴക്കുന്നത്ത് അന്ന് മൊഴി നൽകിയെങ്കിലും വാഴക്കുന്നത്തിനെ തിരികെ എടുത്തില്ല. ഒരു മേൽപ്പട്ടക്കാരൻ എന്നല്ല, ഒരു സഭാംഗമായി തുടരാൻ പോലും സാധിക്കാത്ത തരത്തിൽ മ്ലേച്ഛതകൾ ചെയ്തു കൂട്ടിയ നിക്കോദിമോസ് എന്ന ഡാഷ്മോനെ ആ പൈശാചിക സമുദായം സംരക്ഷിക്കുകയും ഫാദർ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നത്തിനെ പുറത്താക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം ആ തെളിവുകൾ പുറത്തുവിട്ടില്ല ഇതുവരെ. പ്രവാസിയായ ഒരു വീട്ടമ്മ നിക്കോദിമോസ് മെത്രാനിൽ നിന്നും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് പങ്കുവച്ചത് റെക്കോർഡ് ചെയ്ത് അദ്ദേഹം അന്വേഷണ കമ്മീഷന് തെളിവായി രഹസ്യമായി കൊടുത്തിരുന്നു. എന്നാൽ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ തന്നെ ഈ റെക്കോർഡിംഗ് ചില പാതിരിമാരുടെ ഗ്രൂപ്പിൽ ചോർത്തിക്കൊടുത്തത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. ആ ശബ്ദ സന്ദേശം ഞങ്ങളിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ പോവുകയാണ്. ഞങ്ങളിൽ നിന്ന് പുറത്തുവിടുവാൻ കാരണം ഇതുപോലെയുള്ള ഡാഷ്മോന്മാരാണ് ഓർത്തഡോക്സ് സഭയിൽ ഇന്ന് മെത്രാന്മാരാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. ഈ കോമാളി വേഷം കെട്ടി നടക്കുന്ന ഞരമ്പ് രോഗികളെ നിങ്ങളുടെ വീട്ടിൽ കയറ്റിയാൽ കുടുംബം കുളം തോണ്ടും എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഇന്നത് വെളിയിൽ വിടുന്നത്. ഈ വൃത്തികെട്ടവൻ എവിടെയെങ്കിലും കുർബാന കളിക്കുവാൻ വന്നു നിൽക്കുന്നത് കണ്ടാൽ കയ്യിൽ കിട്ടുന്നത് വെച്ച് കാളാമുണ്ടമാണെങ്കിലും കുഴപ്പമില്ല, എറിഞ്ഞ് താഴെ ഇടുക. അതുപോലെ ഇവൻ്റെ കൈമുത്തുന്നതിനേക്കാൾ നല്ലത് പോത്തിൻ്റെ ഈ ഭാഗം മുത്തുന്നതാണ്. ഇത് വെറുമൊരു സാമ്പിൾ ഡോസ് മാത്രമാണ്. ഇതുപോലെയുള്ള നിരവധി ആഭാസന്മാർ ഭദ്രാസനങ്ങളിൽ കിടന്ന് പുളയ്ക്കുമ്പോഴാണ് അപ്രേമത്രാനെ കുറ്റവിചാരണ നടത്തുവാൻ വരുന്ന 23-ാം തീയതി ആഭാസന്മാർ കോട്ടയം അധോലോകത്ത് സംഘടിക്കുന്നത്. നിങ്ങൾ പറ, ആദ്യം നിക്കോദിമോസ് എന്ന ആഭാസനെ ആദ്യം ചവിട്ടിപ്പുറത്ത് കളയണോ അതോ അപ്രേമിനെ കളയണോ? ഈ അലബലാദികളുടെ കൂട്ടത്തെയാണ് ഇവന്മാർ പരിശുദ്ധ സിനഡ് അല്ലെങ്കിൽ സുന്നകദോസ് എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡറായ മകളെയും അമ്മയെയും ഒരുപോലെ ഉപയോഗിച്ച് ഒരു കുടുംബം തകർത്ത മൂവാറ്റുപുഴയിലെ ഒരു മെത്രാന്റെ ലീലാവിലാസങ്ങൾ ഉടൻ വരുന്നു. ഇനി നിക്കോദിമോസ് മെത്രാനെ കുറിച്ച് ഓർത്തഡോക്സ് സഭാംഗമായ പ്രവാസിയായ ഒരു വീട്ടമ്മ അവർക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തുന്നത് കേൾക്കുക. ഇന്നലെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ ആ നിക്കോദിമോസ് തിരുമേനിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത് ഭയങ്കര ഒരു പുള്ളിയെ കുറിച്ച് ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. പുള്ളിയെ
പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് വാട്സപ്പ് നമ്പർ ഉള്ളതായിട്ട് ആ ഡയോസിസിൽ ആർക്കും അറിയത്തില്ല. ഉണ്ട്. അയ്യോ, ഭയങ്കര ഒരു അറിവായി പോയി. ആ അന്നേരം അവിടെ ആരാ വികാരി? ഏത് പള്ളിയിലാ? ആ പട്ടം കിട്ടി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാ അവിടെ വന്നേ. ഏതാ, മെത്രാനായിട്ടോ? അല്ല, തിരുമേനിപ്പെട്ട 7 പേരെ വാഴിച്ചില്ലേ, അപ്പോഴാ കുറച്ചു ദിവസം കഴിഞ്ഞാ വന്നത്. ആദ്യം പിന്നെ അങ്ങോട്ട് വന്നതാ? ആദ്യം അങ്ങോട്ട് അവിടെ വരുന്നത്, വിദേശത്ത് പോകുന്നത് ആദ്യം അവിടെയാ. ചെങ്ങന്നൂന്നുള്ള ഏതോ ഒരു അച്ഛനെ ഓർക്കുന്നില്ല. എന്റെ ആങ്ങളെ വിളിച്ചിട്ട് എന്റെ അമ്മച്ചിയുടെ അടക്കത്തിന് വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അമ്മച്ചിയുടെ കാസറ്റ് കണ്ടപ്പോ ഞാൻ ഈ തിരുമേനിയെ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ തിരുമേനിയാണെന്നുള്ള. പിന്നെ ആങ്ങളെയും പറഞ്ഞു, എടി ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ തിരുമേനി അമ്മച്ചിയെ അടക്കിയെന്ന് തോന്നുന്നു. തിരുമേനിയുടെ പേരെന്ന് പറയാൻ വെച്ചപ്പോ അച്ഛൻ പേര് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു നിക്കോദീമോസ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഏത് തിരുമേനി അച്ഛന്മാര് വന്നാലും ഒരു ദിവസം ഊണ് നമ്മുടെ വീട്ടില്ല കൊടുക്കും. അപ്പൊ ഞാൻ ചോറും കൊണ്ട് ചെന്നു അവിടെ നിന്ന്. അപ്പൊ തിരുമേനി പറഞ്ഞു, എന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനൊരു തിരുമേനിയല്ലേ, ഇങ്ങനെ വയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു. അടക്കിയ കാര്യം പറഞ്ഞപ്പോ അയ്യോ എനിക്കറിയാലോ, അന്നേരം വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അന്ന് അത് ശരി, ഞാൻ സാരമില്ല, അന്ന് ദൈവം ഇങ്ങനെ നമുക്ക് ഓരോ വിധിയുണ്ട്, എല്ലാവരും പോകും. എന്നിട്ടൊക്കെ കുറെ നല്ല വർത്താനമൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ എന്നോട് എന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മക്കളില്ലായിരുന്നോ? അല്ല, ചോറും കൊണ്ട് ഞാൻ തന്നെയാ പോയത്. ചോറെന്ന് പറയുന്നത് കൊണ്ടു കൊടുക്കുമായിരുന്നു. വീട്ടിൽ വന്നില്ല. എവിടെ കൊണ്ടു കൊടുത്ത? പള്ളിയില് പാഴ്സനേജ് കൊടുക്കുമായിരുന്നു. അപ്പൊ എന്നോട് വിവരങ്ങൾ, അതായത് ആ പള്ളിയുടെ ഗേറ്റ് കയറുമ്പോ ഈ സൈഡിലായിട്ടുള്ള പള്ളി വന്നിട്ടുണ്ട്. അതെ അതെ, അവിടെ ഒരു തിരുമേനിമാര് വരുമ്പോ ഒരു റൂമുണ്ട്. അവിടെ നമ്മള് വെക്കും, തിരുമേനി എടുത്തു കഴിച്ചോളും. അവിടെ പള്ളി ചെറുക്കന്മാരുണ്ടല്ലോ, അവരെടുത്തു കൊടുത്തോളും. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഈയിടെ അവിടെ ഒരു അച്ഛനൊരു അന്നിരുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അച്ഛനാണോ, ഈ ചെങ്ങന്നൂന്നുള്ള നീളമുള്ള ഒരു അല്ലെ, എബ്രഹാം, അച്ഛന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്ന ആള് പിന്നെ അവിടുത്തെ വികാരി. അതങ്ങനെ അസിസ്റ്റന്റ് പിന്നെ മെയിൻ വികാരി. ഈ അച്ഛൻ ഇരിക്കുമ്പോഴാ ആ അച്ഛനാണ് ഇന്നലെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു. പരിചയപ്പെടുത്തി എന്നെ. അപ്പൊ ഇത് എന്നോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ അപ്പൊ ഒരു തിരുമേനിയല്ലേ എന്നോർത്ത് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ അവസ്ഥകളും ഇങ്ങനെ സുഖമില്ലാത്ത. അപ്പൊ എന്നോട് വെച്ച് തന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ കുറെ വർഷങ്ങളായി ഇവിടെ. അപ്പൊ അച്ഛൻ ഓടിയെന്ന് പറഞ്ഞു, പോലീസാ പേടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോലീസിലാ ജോലി ചെയ്യുന്നേ എന്ന് പറഞ്ഞു. അന്നേരം പോലീസ് ജോലിയാ. അത് ശരി, അപ്പൊ പേടിക്കണമല്ലോ, ഭയങ്കര ധൈര്യശാലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെല്ലാം കഴിഞ്ഞാൽ നമ്പർ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ഞാൻ അപ്പൊ എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമിന്റെ പ്രശ്നം എടുത്തിട്ടു. എനിക്കൊരു ഓൾഡ് ഏജ് ഹോം നാട്ടിൽ തുടങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, റാന്നി വന്നോ, നല്ല ചെറിയ വിലക്ക് വസ്തു മേടിച്ചു തരാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറയാം ഓക്കെ തിരുമേനി, ഞാൻ വരുമ്പോ വരാമെന്ന് പറഞ്ഞേ. അപ്പൊ എൻ്റെ അടുത്ത് നമ്പർ മേടിച്ചു. പിന്നെ പുള്ളി നാട്ടിൽ പോയി കഴിഞ്ഞ അവിടെ ചെന്നിട്ട് എനിക്ക് പുള്ളി ഒരു മെസ്സേജ് ഇട്ടു, ഹായ് ഞാനിങ്ങ് എത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ തിരുമേനി ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് വെച്ചു. നമ്മള് ബഹുമാനമാണേ. അപ്പൊ പിന്നെയും പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ അന്ന് തന്നെ എന്താ ബിസി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുമേനി ഞാൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ നാളെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ തിരുമേനി എനിക്ക് ഫോൺ ചെയ്തു. എനിക്ക് അറിയത്തില്ല ആരുടെയാന്ന്. അപ്പൊ ഞാൻ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഞാൻ എടുത്തു. ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. നമുക്ക് അറിയാത്ത നമ്പറാ. ആരാന്ന് ചോദിച്ചു. ഞാൻ തിരുമേനിയാ പറഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ തിരുമേനി നമ്പർ അറിയാത്തോണ്ട് ചോദിച്ചാണ്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അത് സാരമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താ തിരുമേനി വിളിച്ചത്? ഞാൻ വെറുതെ വിളിച്ച ഇടാ. ഞാൻ പറഞ്ഞു തിരുമേനി ഞാനൊരു സൈറ്റിലോട്ട് പോവാണ് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വണ്ടി ഓടിച്ചോ, ഞാൻ പിന്നെ വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത്യാവശ്യം വല്ലതും ഉണ്ടോ തിരുമേനി, വസ്തു എല്ലാം കിട്ടിയോ? അതല്ല വേറൊരു കാര്യം പറയാനാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 8 മണിയായപ്പോ എനിക്ക് മെസ്സേജ് ഇട്ടു, വാട്സപ്പ് മെസ്സേജ് ഇട്ടു.
പിന്നെ സുന്ദരിയാണെന്നും കാണാൻ കഴിക്കും, അവിടെ വെച്ച ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ്, മാടയാണ്, കോടയാണ്. ഇതെനിക്ക് അല്ല ജസ്റ്റ് അന്നേരം ഈ 8 മണിക്ക് മെസ്സേജ് ഇടുമ്പോഴേ സുന്ദരിയാണ് ആദ്യമേ പുള്ളി ആദ്യത്തെ മെസ്സേജ് ഇട്ട സുന്ദരിയാണെന്ന് ഇട്ടു. പിന്നെ ഞാൻ എനിക്ക് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ ശരി തിരുമേനി എന്ന് പറഞ്ഞേ, ഒന്നും പറയാൻ പോയില്ല. പിന്നെ തിരുമേനി ഇങ്ങനൊക്കെ ഉള്ള വാചകങ്ങൾ വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എനിക്ക് ഓർമ്മ പോലും ഇല്ല. അന്നേരം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പോക്ക് ശരിയല്ലെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പുള്ളി അറിയുന്നത് സുന്ദരിയാണ്, വരുമ്പോ എന്റെ അടുത്ത് വരണം, ഞാൻ എന്ത് സഹായവും ചെയ്തു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേറെ കല്യാണം കഴിക്കണം, ചെറിയ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ വേണ്ട തിരുമേനി, എനിക്കിപ്പം ഭർത്താവ് ഉണ്ടല്ലോ, സുഖമില്ലെങ്കിലും. വേറെ ഞാൻ ചോദിക്കുന്നത്, നിലവിലൊരു ഭർത്താവുണ്ട്, ആ ഭർത്താവിനെ നമ്മള് അസുഖമാണെങ്കിലും നമ്മള് പരിപാലിക്കും. ഒരു സ്വാഭാവികമായിട്ട് ഒരു തിരുമേനി അതൊന്നും അങ്ങനെ നല്ല കാര്യം എന്നല്ലേ പറയണ്ടേ? അപ്പൊ തിരുമേനി എന്നോട് ഇനി പുള്ളി എണ്ണീക്കോ? ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോ വല്ല മിറക്കിൾ സംഭവിച്ചാല് എണീക്കും, ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു അസുഖമാകുമ്പോ നമ്മളൊരു തിരുമേനിയോട് സംസാരിക്കുന്ന ബോധം നമുക്കുണ്ട്. പക്ഷെ തിരുമേനിക്ക് ഒരു പെണ്ണിനോടാ സംസാരിക്കുന്നില്ല. ഒരു ഒരു എന്താ പറയുന്ന ഒരു പള്ളിയിലെ ഒരു ഇതെന്നുള്ള ഇല്ല പുള്ളിക്ക് എന്നോട് അങ്ങ് പ്രേമമാ. സത്യത്തിൽ അതാണ് പുള്ളിക്ക് എന്നോട് പ്രേമമാ. അപ്പൊ എന്നോട് ആരും അറിയത്തില്ല, ഞാൻ തിരുമേനിയല്ലേ, ആരോടും പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു തിരുമേനി ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അതും 50 നോയമ്പാന്ന് ഓർത്തോണം. തിരുമേനി ഇങ്ങനൊക്കെ പറയാം. അല്ല അതിന് മുമ്പേ വന്നിട്ട് പോന്നു. ഞാൻ പറഞ്ഞു തിരുമേനി ഇതൊരു 50 നോയമ്പാന്ന് തിരുമേനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അതൊക്കെ ഭയങ്കര ഇതാ, ഞാൻ അങ്ങനെ ഒരു ഭവനത്തുനിന്ന് വന്നതാ എന്നൊക്കെ പറഞ്ഞു. അതിനെന്തുവാ ഇപ്പൊ കഷ്ടാനുമാരിച്ച ആയാലും എന്തുവാ, അല്ലെങ്കിൽ നോയമ്പായാലും എന്തുവാ, കുളിച്ചാ തീരാത്ത പാവം ഏതാണ്ടോണ്ട്. അയ്യോ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, വായിക്കൂടെ അല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് തെറ്റെന്നൊക്കെ എന്തൊക്കെയോ തിരുമേനി അങ്ങ് പറയുക. ഞാൻ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോ ഞാൻ പറയും തിരുമേനി എനിക്ക് ഇത്തിരി ജോലിയുണ്ട്, ഞാൻ എനിക്ക് കിടക്കണം, രാവിലെ എണീറ്റ് പോണം. ജോലി ആരാ ചെയ്തത്? ഞാൻ പറഞ്ഞു മെയ്ഡുണ്ട്. അത് ശരി, സുഖിച്ചാ ജീവിക്കുന്നല്ലേ? ഞാൻ പറഞ്ഞു അതെന്തുവാ തിരുമേനി അങ്ങനെ ചോദിച്ചേ? അല്ല ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു തിരുമേനി എനിക്ക് ഒരു ബോയ് ഫ്രണ്ടേ ഉള്ളൂ, അതാ തളർന്നു കിടക്കുന്നത്, എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് വേണ്ട, കിട്ടാത്ത ഒന്നും ഇല്ലെന്ന് തിരുമേനിക്കറിയാലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്കത് മതിയെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വെച്ചോ, ഞാൻ നാളെ മെസ്സേജ് അയക്കാം. പിറ്റേന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തു. അല്ല പിന്നെ ഇന്നലെ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ഞാൻ അങ്ങ് ഭർത്താവായിട്ടിരുന്നോളാം? അതാ അന്ന് തന്നെ പറഞ്ഞേ, ആ ദിവസം തന്നെ ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്തല്ലോ. പിന്നെ ഞാൻ പറയാൻ സമയം ഭർത്താവായിട്ടിരുന്നോളാന്ന് പറയാനുള്ള കാര്യം ഇതിങ്ങനെ പറഞ്ഞ ആദ്യമേ നമ്മൾ അതിനെ നിരാകരിച്ച് സംസാരിച്ചല്ലോ. തിരുമേനി എന്തുവാ 50 നോമ്പല്ലെന്നൊക്കെ ചോദിച്ചില്ലേ? അന്നേരം ഇയാള് പിന്നെ നേരെ അങ്ങ് പറയുമായിരുന്നു. ഇയാള് നേരെ അങ്ങ് പറയുവാച്ചാ, എനിക്കറിയത്തില്ല ഇങ്ങനെ എന്നതാണോ പറയുന്നത്. അന്നേരം എന്തോ പറഞ്ഞ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു? ഇല്ല, കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെ സ്നേഹിച്ചോളാം, എനിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്നോളാം, പക്ഷെ ആരും അറിയരുത് എന്നൊക്കെ പറയാം. അതുണ്ട്, ആരും അറിയരുത്, മാത്രമായിട്ട് ഇരിക്കാൻ വേണം, അതിന്റെ കൂടെ പുള്ളിക്ക് ആരും അറിയില്ല ലൈഫ്. അയ്യോ പുള്ളി ഞാൻ നോക്കിയപ്പോ ഞാനേ ഉള്ളായിരുന്നു പള്ളിയിൽ. ഇത് എന്റെ അമ്മോ, പുള്ളി അങ്ങനെ ഇപ്പൊ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനൊരു വാട്സപ്പ് നമ്പർ ഉണ്ടെന്ന് അറിയത്തില്ല. അറിയായിരുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോ എന്റെ ആങ്ങളെ പറഞ്ഞടി നമുക്ക് തിരുമേനിയെ കാണാൻ പോന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങള് പോവും, എനിക്ക് യാത്ര ചെയ്യാൻ. ഈ ആങ്ങളക്ക് ഈ തിരുമേനി ആരാ പരിചയപ്പെടുത്തുന്നത്? എനിക്കറിയില്ലത്. മറ്റേ അച്ഛനാണോ? ആരാന്ന് എനിക്കറിയില്ല. ഈ പള്ളി അച്ഛനാ, അവിടുത്തെ എന്തോ ഷൈജുപുരൻ എന്ന് പറയും. അങ്ങനെ കണ്ടൊരു അച്ഛനാണ്, എനിക്കറിയാം. വകയാർപള്ളി ഇരുന്ന ആളാണോ? വകയാർപള്ളി ഇരുന്നിട്ട് ഈ തിരുമേനിയുടെ കൂടെ പിന്നെ സെക്രട്ടറി ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന അച്ഛനാ? അത് തന്നെ അല്ലേ? അങ്ങനെ കണ്ട തിരുമേനി അച്ഛനാ പരിചയപ്പെടുത്തി കൊടുത്ത ഈ തിരുമേനിയെ. അത് അങ്ങനെ ആ കെയർ ഓഫിലാണോ അമ്മയുടെ അടക്കത്തിന്? അമ്മയുടെ അടക്കത്തിന് വന്നത്. അതാ ഈ തിരുമേനിക്ക് ഞാൻ ഈ തിരുമേനിയെ
അല്ലെങ്കിൽ ഏത് അച്ഛന്മാര് വന്നാലും തിരുമേനിമാരാന്ന് ഞാൻ ഫുഡ് കൊടുത്തേ ഞാനങ്ങ് നമുക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ മാന്യമായിട്ട് ഞാനങ്ങ് പോകത്തേ ഉള്ളൂ, നിക്കത്തില്ല. ഞാൻ പിന്നെ വന്നേ പാത്രങ്ങൾ എടുക്കത്തുള്ളായിരുന്നു. ഇത് എന്റെ അമ്മയുടെ അടക്കത്തിന് വന്ന തിരുമേനിയാണല്ലോ, ഒരു ബഹുമാനം വെച്ച് നമ്മൾ സംസാരിച്ചതാ. അത് ഇങ്ങനെ വരെ അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അയ്യോ എന്തൊരു കഷ്ടമായിപ്പോയി. ഞാൻ അന്നോളം ഞാൻ നമുക്ക് അന്നേരം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അത് ഒരു തിരുമേനി, മലങ്കര സഭയിലെ തിരുമേനി, അത് ആദ്യമായിട്ട് അതും 50 നോയമ്പ്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആ കിടിലം വരുന്നേ ഒന്ന് ഞാനോ എത്ര ദിവസം ഞാൻ സഭയെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പുണ്യമായിട്ടാ നമ്മള് കാണുന്നത്. എത്ര ദിവസം ഞാൻ എനിക്ക് വല്ലാത്ത അവസ്ഥയായിരുന്നു. കുട്ടികൾ ചോദിക്കുകയും ചെയ്തു എന്താ മമ്മിക്ക് എന്താ പറ്റിയ. ഞാൻ എന്തൊക്കെയോ അങ്ങ് ഓർക്കുമ്പോ എനിക്ക് അങ്ങ് എന്തൊക്കെയോ ഒരു പേടി മാതിരി. മെത്രാന്റെ വർത്തമാനം ഞാൻ ഒന്നും അറിയണ്ട, ഞാൻ നോക്കിക്കോളാം, സുന്ദരിയാണോ എല്ലാവരും രസമല്ല. മെസ്സേജ് ഇടുന്നതേ ഇതാണെന്നേ, സുന്ദരിയാണെന്ന് ആദ്യമേ തന്നെ. അപ്പൊ എനിക്കൊന്ന് ക്ലിക്കായി. നമ്മളെന്താ പൊട്ടത്തിയാ, ക്ലിക്കായി. എന്നാലും എത്രത്തോളം പോട്ടെന്ന് ഞാനും വിചാരിച്ചു. എത്രത്തോളം പോണമല്ലോ, അതൊന്നും അറിയണമല്ലോ. പിന്നെ ഇത് തന്നെ കുറച്ച് മറ്റു ചൊവ്വയിലൊക്കെ ഇയാള് സംസാരിക്കുന്നു. തിരുമേനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അയ്യോ ഇവരൊക്കെ ഒരുമാതിരിയാ. പുള്ളി എനിക്ക് തോന്നുന്നു എല്ലാരെ പോലെ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതാ മുട്ടി നോക്കിയതാ. പലരോടും പുള്ളി ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പൊ പിടി കിട്ടത്തില്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ തിരുമേനിയായിട്ടല്ല ഞാൻ നല്ല തെറി വിളിച്ചേനെ കേട്ടോ. മാത്രമേ ഉള്ളൂ കുമ്പസാരിക്കാത്ത, ബാക്കി എല്ലാരും കുമ്പസാരിച്ചെന്ന് 50 നോയമ്പിന്. ഞാൻ എന്നിട്ട് വേണം അച്ഛൻ വൈകിട്ട് എന്നോട് വിളിച്ചു ചോദിക്കാൻ എവിടാന്ന് ചോദിക്കാനെന്ന്. അച്ഛൻ പിന്നെ എന്നെ കൂടെ കുമ്പസാരിക്കാൻ പറഞ്ഞിട്ടില്ല. അന്നേരം ഈ തിരുമേനിയുടെ അനുഭവം നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലേ. അപ്പൊ അച്ഛനോട് ഞാൻ കുമ്പസാരിച്ചിട്ടില്ല അച്ഛാ ഇതുവരെ. സത്യം ദൈവത്തിന്റെ മുന്നേ നമുക്ക് നമ്മുടെ സഭയ്ക്ക് നല്ല ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ആ ചട്ടങ്ങൾ ശരിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് സഭയില്. അല്ല ഇത് യുവമാരൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇതിനോട് വലിയ കൊമ്പത്തിരിക്കുന്നവർ ഇങ്ങനെയാണ്, പിന്നെ താഴെ നിക്കോദിമോസ് തിരുമേനി ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിക്കോദിമോസ് തിരുമേനിയുടെ താഴെ ഉള്ളവർ. ഒരു ദിവസം എന്നോട് അമ്മമ്മ ചെയ്യുന്ന തിരുമേനിയുടെ കാര്യം പറയുമ്പോ എണീറ്റ് പോന്നെ. ഞാൻ എനിക്ക് കേക്കട്ടെ തിരുമേനിമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഇവരൊക്കെ പരിപൂർണമായിട്ടിരിക്കേണ്ടവരല്ലേ. അതെ, പിന്നെ അതും എത്രയോ ആളുകളാണ് ഇവരെ ഒരു വലിയ ബിംബങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നത് അല്ലേ. പോട്ട ഈ 50 നോയമ്പ് അന്ന് ആലോചിച്ച് നോക്കാൻ. അത് മാത്രം എന്തോ ഒരു ഭക്തി ഇവർക്കുള്ളത്. അതിനപ്പുറം ഭക്തി നമുക്കുണ്ടല്ലോ. നമ്മൾ ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ പോയത്, അതോ നമ്മള് ഫുഡ് കഷ്ടപ്പെട്ട് ഭക്ഷണം കൊണ്ട് തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അത് കേക്കണോ, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. വേലക്കാരിയെ പോലും ഉണ്ടാക്കിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി, അതിൻ്റെതായ പതിവ്രതയോടുകൂടി ഉണ്ടാക്കി. അതെല്ലാം അമ്മക്ക് കിട്ടിയ പ്രതിഫലം. തിരുമേനിയുടെ കീപ്പായിട്ടിരുന്നോളാം. തിരുമേനി നോക്കിക്കോളാം. നിലയ്ക്കൽ ഭദ്രാസനവും നോക്കിക്കോളും. രണ്ടും കൂടെ പുള്ളി നോക്കിക്കോളും. ഇത് ചെയ്യാന്ന് പറ. ഇതൊക്കെയല്ല അന്നേരം ഈ അച്ഛനോട് ഇങ്ങനെ ബിഷപ്പ് വരുന്നുണ്ട്, ഫുഡ് ഞാൻ കൊടുത്തോളാം അങ്ങോട്ട് നമ്മൾ പറയത്തല്ല. ആര് വന്നാലും സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ വീടുകളുണ്ട്. അപ്പൊ അച്ഛൻ വിളിച്ചു പറയും നാളെ അവിടെയാണെന്ന് പറയും. ഇങ്ങനെ ചില തിരുമേനിമാര് വന്ന വീട്ടിൽ വരും. തിരുമേനിയെ പറ്റി പുകഴ്ത്തുമ്പോ ഉണ്ടല്ലോ നമ്മൾ വീണ്ടും അത് ഓർക്കും. ഈ തിരുമേനിയുടെ പേര് കേൾക്കുന്നിടത്തല്ല നമ്മൾ ഓർക്കും. ഇനിയും വേറൊരു അനുഭവം കൂടെ ഉണ്ട്. വേറൊരു അച്ഛന് തിരുമേനിയുടെ ഇത് കണ്ടപ്പോ പുള്ളി എനിക്ക് റിക്വസ്റ്റ് അയച്ചു. തിരുമേനി എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടും ഉണ്ടായിരുന്നു. നിക്കോദിമോസ് തിരുമേനി ഫേസ്ബുക്ക് ഫ്രണ്ട്. അപ്പൊ അത് കണ്ടോണ്ട് അപ്പൊ അയാൾക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അത്രയുമത്തോ മെസ്സേജ് അയച്ചോ എന്റെ അമ്മോ, എന്റെ ഈശ്വരോ. ഈ ഫോണിലാ നിങ്ങൾക്കൊക്കെ തൊപ്പി തയ്ച്ചെടുത്ത ബിജു അച്ഛൻ. ഇത് രസം. ഈ ബിജു അച്ഛൻ വേറെ ഒരു ഇതില്ല കേട്ടോ. ഞാൻ അന്വേഷിച്ചത് നല്ലൊരു അച്ഛനാ. ഇപ്പൊ എന്നെ കാണാൻ വന്ന അതാ മുടിഞ്ഞ രസം. എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ ഈ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛന് എന്റെ നമ്പറും ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് മെസ്സേജ് ഇടില്ലേ? വാട്സപ്പ് മെസ്സേജ്. പുള്ളി ഇതുപോലൊക്കെ തന്നെ.
ഇപ്പം നടുവേദനയായിട്ട് കണ്ടിരിക്കുകയെന്ന് പറയുന്ന കേട്ടു. അപ്പൊ ഇതിനു പുള്ളി ചന്ദനപ്പള്ളി പള്ളിയിലായിരുന്നു. ചന്ദനപ്പള്ളി പള്ളിയിലായിരുന്നു. അവിടെ വെച്ചിട്ടാ ഈ സംഭവം. പിന്നെ ഞാൻ ഈ പറഞ്ഞാല് ഫോൺ അങ്ങ് മാറ്റിയല്ലോ. മാറ്റിയപ്പോ പിന്നെ ഇപ്പം വിളിക്കാറില്ലേ? ഇപ്പം വിളിക്കാറില്ല. പിന്നെ കാണാൻ വന്നത് അങ്ങനെ? ഞാൻ വന്നപ്പോ എനിക്ക് അന്നേരം മെസ്സേജ് എന്നോട് ഈ അച്ഛനെ അറിയാമോ എന്ന് ചോദിക്കാൻ കാര്യം. അല്ല, ഇയാളിപ്പോ കാണാൻ എവിടെ വന്നേ? ഇവിടെ വീട്ടിലാ വന്നേ. ഞങ്ങളുടെ വീട്ടിലാ. അതെന്താ പറഞ്ഞാ വന്നേ? ചുമ്മാ എന്നോട് പറഞ്ഞ് കാണാൻ. ഞാൻ പിന്നെ ഒന്നും മെസ്സേജ് ഒന്നും അയക്കത്തില്ല, ഒന്ന് കാണാൻ വന്നോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നോ അച്ഛന്, അച്ഛനായിട്ടേ അച്ഛനായിട്ടേ വരാവുള്ളെന്ന് പറഞ്ഞു. അച്ഛന്റെ മനസ്സിൽ ഒന്നുമില്ലാതെ അച്ഛനായിട്ട് വന്ന് എന്നെ കണ്ടു. അതിനു മുമ്പ് പുള്ളി എന്തൊക്കെയാ പറഞ്ഞോണ്ട്? അയ്യോ, അതൊന്നും പറയാതിരിക്കട്ടെ പോന്നച്ചോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛനായിട്ട് വരാമെങ്കിൽ വന്ന് കണ്ടോളാം പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു, എന്നെ കണ്ടിട്ട്. എവിടെല്ലാം പോകുന്നുണ്ടെന്ന് ആർക്കും പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് പോയി. കാണാൻ വന്നപ്പം പുള്ളിയുടെ സമീപനം എന്തായിരുന്നു? അന്ന് വലിയ കാര്യമായിട്ടാ കേട്ടോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വരെ വിളിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു ഇനി അച്ഛൻ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോട് അച്ഛൻ നിർത്തി. നിർത്തി. എന്തായാലും ഉള്ള സമയത്ത് ഒരു 2-3 മാസമൊക്കെ എത്ര നാളത്തേക്കുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു? ഒരു എത്ര നാൾ ഈ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? ഈ അച്ഛൻ അങ്ങനെ, ഈ അച്ഛന്റെ രസം എന്താന്നറിയാം, ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു. 1 മാസം ഓടി. ഞാനും അതേപോലെ. 1 മാസം കഴിഞ്ഞപ്പോഴാണ് 1 മാസം കഴിഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി എന്നെ കിട്ടുമോ എന്നുള്ളൊരു സംശയം. അപ്പം അച്ഛന്റെ സ്വഭാവമായി മാറ്റം തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മാറ്റം ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ സമയം അന്നേരം ഇവരുടെ ഈ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഇവരുടെ ഒരു ഡയലോഗിന്റെ എന്തെങ്കിലും ഒരു ഉദാഹരണം. ഞാൻ പറഞ്ഞില്ല, തിരുമേനി പറഞ്ഞേ. തിരുമേനി പറഞ്ഞത് എന്തുവാ? ആദ്യമേ സുന്ദരിയാണെന്നും പിന്നെ അല്ലയോ തുടങ്ങിയത്. ഈ അച്ഛൻ അങ്ങനല്ല. ഈ അച്ഛന് ലോകകാര്യങ്ങളും തൊപ്പി തയ്ച്ചു കൊടുക്കുന്നതും മെത്രാന്റെ തൊപ്പി തയ്ക്കുന്ന എത്ര ദിവസം വേണമെന്നും അത് ഇന്ന രീതിയിലാ തയ്ക്കുന്നെന്നും എന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചോ നല്ല അച്ഛനാണല്ലോ, ഒരു ആചാര്യമാകും അച്ഛനാന്നല്ലോ. വീട്ടിൽ വന്നപ്പോഴേ അങ്ങണ്ടേ. അപ്പൊ ഞാൻ അന്നേരം അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, വർത്തമാനം കൊണ്ടായാലും. അപ്പൊ അന്ന് ഞാൻ എന്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ഒന്ന് മാറ്റിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ചോദിച്ചോണ്ട. പിന്നെ അങ്ങനായി. ഞാൻ പറഞ്ഞ അച്ഛാ അങ്ങനെ കൊറേ ആയിപ്പോ ഞാൻ പറഞ്ഞാ അത്തരം മെസ്സേജുകൾ കൊറേ അയച്ചു. അതിനിപ്പോ റിപ്ലൈ എന്തുവായിരുന്നു നമ്മുടെ ഓരോന്നിനും? ഞാൻ ഓരോന്നിനും അച്ഛൻ അതിന്റെ എതിരായിട്ടാ കൊടുക്കുന്നേ. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ എഴുതുന്നേ. ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ അത്രക്കാരിയല്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് ഒറ്റയ്ക്കല്ലേ. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ ഞാൻ പറഞ്ഞു എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ എല്ലാം സംതൃപ്തിപ്പെടുത്താൻ നടക്കുന്ന ഒരു മെത്രാനും ഒരച്ഛനും. അയ്യോ അത് രസം, ഭയങ്കര രസം. അല്ല, അന്നങ്ങാണ്ട് ഈ നിക്കോദിമോസ് തിരുമേനി ഈ പിന്നെ ഒറ്റയ്ക്കാവുമ്പം എങ്ങനെയാണെന്നോ ഏതാണ്ടങ്ങാണ്ട് ചോദിച്ചെന്ന് ഒരു ഡയലോഗ് പറഞ്ഞു. അതെന്തുവായിരുന്നു? ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യണമെന്ന് ഓർമ്മയില്ലേ? ഇത് പച്ചയ്ക്ക് എന്നോട് ചോദിക്കുക. സത്യമായിട്ടും ഈ മെത്രാൻ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു തിരുമേനി എന്നതായി പറയണേ? തിരുമേനി എനിക്ക് ശരീരം പോലും വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇനി മേലിൽ എന്നോട് ഈ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ പച്ചയ്ക്ക് ഓരോന്നാ ചോദിക്കണേ കേട്ടവൻ. കൈമുത്താൻ നിൽക്കുമ്പോഴാണ് നമുക്ക് സത്യമായിട്ട് വിറഞ്ഞു പോകും. പള്ളിയിലൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുരിശും പിടിച്ചിങ്ങനെ എന്താ തിരുരൂപം. ഇഷ്ടമില്ലാത്ത. അയ്യോ
ഇയാളെ ഇതിനകത്തൊരു വേറൊരു കാര്യം വെച്ചാൽ ഈ അരമനയിലൊക്കെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു കണക്കിന് സത്യം അല്ല ഭക്തി കൂടിയിട്ട് ചെന്ന് ഈ ഫിഷ് മോളി ഉണ്ടാക്കി കൊടുക്കാനും ഇങ്ങനെ നടക്കുന്ന കുറച്ച് ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങൾ ഉള്ളവര് ഞങ്ങൾക്കൊക്കെ കുറെ എണ്ണത്തിനെ അറിയാം ഇങ്ങനെ നടക്കുക ആൾക്കാരായിട്ട്. പിന്നെ ചില കൊഞ്ഞാണന്മാര് ഒരു വിവരമില്ലാത്ത കുറെ കെട്ടിയന്മാര് ഇങ്ങനെ കൊണ്ട് വീട്ടിൽ താമസിക്കും. ഒരു പള്ളി ചെന്ന് കഴിഞ്ഞാല് ഇയാൾ ആ വീട്ടിൽ കയറാതെ പോവുകയില്ല. നമ്മളെപ്പോഴും മാന്യമായ ഒരു ആരോഗ്യപരമായ ഒരു സൗഹൃദമായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് തന്നെയാണ്. ഇതൊക്കെ നെറുകെട്ട ജീവിതങ്ങളാണ് ഇവരുടെ. ഒരു മെത്രാനല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു കുടുംബസ്ഥനായ ഒരു പുരോഹിതനോ പോലാണോ ഒരു സന്യാസി? അപ്പൊ ഇയാൾ ആശ്രമത്തിൽ എന്തിനാ പോയത്? ഇതിന് ഇയാൾ കെട്ടിയപ്പോഴായിരുന്നു. ഇയാൾ ആശ്രമത്തിൽ എന്തിനാ പോയത്? ഞാൻ ചോദിച്ചു കേട്ടോ, സത്യമായിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, തിരുമേനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ലൗകിക ജീവിതം ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇതിന് പോയി? കെട്ടി ജീവിക്കാൻ പറ്റുമായിരുന്നോ? അത് എനിക്ക് ലൗകിക ജീവിതം ഉണ്ടെന്ന് എന്താ പറയുന്നേ? എനിക്ക് ലൗകിക ജീവിതം ഉണ്ട്, പക്ഷെ എനിക്ക് ഇതും ഉണ്ടെന്ന്. ഞാനൊരാണല്ലേ, ഇങ്ങനെയുണ്ടെന്ന്, ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്ന് അത് അറിയത്തില്ല. ഞാൻ എനിക്കറിയാം. അന്നേരം ചോദിക്കാൻ പോയിരുന്നു ആ വികാരം വേറെ എവിടെങ്കിലും നേരത്തെ പ്രകാരപ്പെടുത്തി. അല്ല, ഞാൻ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. തിരുമേനിമാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് തിരുമേനിയെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത കുറച്ച് വിശുദ്ധമാണ്. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ നല്ലൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാ. എനിക്ക് എന്റെ ലൈഫ് ഇങ്ങനെ ആയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അതിനകത്ത് യാതൊരു സങ്കടവും ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ രീതി അതാ. നമ്മൾ അതിനെ പോരാടി മുന്നോട്ട് നമ്മള് പിള്ളേരെ വളർത്താൻ വേണ്ടി നമ്മൾ ഓടുന്നു. നമ്മള് ഭർത്താക്കന്മാരെ അന്വേഷിച്ചല്ല നടക്കുന്നത്, കാമുകന്മാരെ അന്വേഷിച്ചല്ല നടക്കുന്നത്. ഒരിക്കലും അല്ല. അപ്പം പിന്നെ നമുക്ക് എന്തിനാ അത് വേണ്ട? നമ്മളിത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണ്. 18 വർഷം അച്ഛൻ വിശ്വസിക്കോ, എന്റെ ദേഹത്ത് ഒരു വ്യക്തികൾ തൊട്ടിട്ടില്ല. 18 വർഷം. അല്ല, അഥവാ അങ്ങനെയൊക്കെ അതൊരു സാഹചര്യങ്ങൾ ചിലപ്പോ ജീവിതത്തിൽ ഉണ്ടായി പോയാൽ പോലും അങ്ങനെയാണോ ഒരു തിരുമേനി എന്ന് പറയുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കി. തിരുമേനി അത് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ബാക്കിയുള്ളവരെ നമുക്ക് തെറി വിളിക്കാവുന്നേ. ഈ തിരുമേനി നമുക്ക് അതും ചെയ്യാൻ പറ്റും, അച്ഛനെ ഇത് പറയാൻ പറ്റും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെയുള്ളവരെ തെറി വിളിക്കണം. ദോഷം കിട്ടുമല്ലോ. ദോഷമോ ഇതൊക്കെ? ഇങ്ങനെയുള്ളവരെയാണോ യഥാർത്ഥത്തിൽ ദൈവം തിരുമേനിയായിട്ട്? നമ്മൾ അങ്ങനല്ലേ വളർന്നിട്ടുള്ളത്. അത് കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഒന്ന് ആലോചിച്ച് അവിടെ ഈ ഷാർജയിൽ ഈ വീട്ടിൽ വന്നില്ല. ഇല്ല, വീട്ടിൽ കൊണ്ടുപോയില്ല. ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ മനസ്സിലായി. അതില്ല, അന്നേരം മനസ്സിലായില്ലല്ലോ. ഇല്ല. അപ്പൊ എന്നോട് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം അച്ഛനെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ വിടുവോന്ന് ചോദിച്ചു. അപ്പൊ ഈ സംഭവത്തിന് ശേഷം എങ്ങനെ ഒരു അച്ഛനെ അല്ല തിരുമേനിയെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ വിടുവോന്ന് ചോദിച്ചു. വണ്ടിയല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവിട്ടു. അത് ഇത് പുള്ളി നാട്ടിൽ ചെന്നതിന് ശേഷമല്ലേ എനിക്ക് മെസ്സേജ് എല്ലാം അയക്കുന്നത്. ഒരു ദിവസം ഈ പറഞ്ഞ പിന്നെ പള്ളിയിലത്തെ ഫുഡ് കൊണ്ട് കൊടുത്ത ശേഷം അച്ഛന്, അതായത് ആ നീളമുള്ള വെളുത്തച്ഛനല്ലേ, അച്ഛന്റെ വീട് കൂടാ നമ്മുടെ പേരിശ്ശേരിയാ. അച്ഛൻ എന്നോട് ചോദിച്ചു, ഒരു വീട്ടിലൊന്ന് തിരുമേനിയെ വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ തിരുമേനി ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് എടുത്ത് എന്റെ വലിയ വണ്ടിയുമാണ്. അപ്പൊ തിരുമേനിയോട് ഞാൻ പറഞ്ഞു, തിരുമേനി ഫ്രണ്ടിലിരുന്നോ, ബാക്കിലിരിക്കണ്ട, തിരുമേനി ഫ്രണ്ടിൽ ഇരുന്നോ. എന്താ പറയാ, ഒരു പെണ്ണ് വണ്ടി ഓടിക്കുന്നിടത്ത് ഞാനങ്ങനെ സൈഡിലിരിക്കുന്നേന്ന്. ഞാൻ പറഞ്ഞു അച്ഛന് തിരുമേനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ബാക്കിലിരുന്നോ എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. ഫ്രണ്ടിൽ കയറി അങ്ങിരുന്നു. എന്റെ മനസ്സറിയാൻ ഇങ്ങാര് മനസ്സിലായിരിക്കും പിന്നെ ഇതെല്ലാം കണ്ടപ്പോ. അപ്പൊ ഫ്രണ്ടിലിരുത്തിയപ്പോ ഓർത്തു പുള്ളി നമ്മള് വേറെ ഏതാണ്ട് അർത്ഥത്തിൽ എന്നിട്ട് പുള്ളി എന്നോട് എത്ര നാളാ ലൈസൻസ് കിട്ടിയിട്ട് എങ്ങനെ പോലീസ് ജോലി കിട്ടിയത്, കിണന്ന് അങ്ങ് ചോദിയില്ല. എന്റെ ദൈവമേ, ഇത് പെട്ടല്ലോ എന്നോർത്ത് ഞാൻ ഒരുവിധം കൊണ്ടുവന്ന് അവിടെ ചാടിച്ചു കൊടുത്തു. അപ്പൊ എന്നെ തിരിച്ചു കൊണ്ടു. ആ വീട്ടുകാരേത്? അത് ലവനുണ്ടല്ലോ, അവന്റെ വീട്ടില. അവിടെ ഒരുവിധം കൊണ്ടുവിട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വരുമോ? ഞാൻ പറഞ്ഞില്ല, അത് അവര് വിട്ടോളൂ എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ഇങ്ങനെ കൈ അടങ്ങിയിരിക്കത്തില്ലതേ. വണ്ടിയിൽ ഇങ്ങനെ തൊടുന്നു അങ്ങനെ തൊടുന്നു എന്ന് വേണ്ട, ഇയാൾക്ക് എന്തൊക്കെയോ അങ്ങ്
ഇയാൾ ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് തോടുന്നു ഇങ്ങോട്ട് തോന്നുന്നു ഇങ്ങോട്ട് തോന്നുന്നു ഇങ്ങോട്ട് തോന്നുന്നു എന്നെ ഒന്ന് മുട്ടാൻ വേണ്ടി. ഈ വണ്ടി എന്റെ ഇത്തിരി സ്പേസ് ശ്രമം നടത്തിയതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഈ മെസ്സേജ് ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ എന്നെ മുട്ടാനായിരുന്നു അന്ന് ഈ വണ്ടിയെ കിടന്ന് കളിച്ചെന്നുള്ളത്. അത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം തിരുമേനിയുടെ അതും 50 നോയമ്പിന്. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്ത 50 നോയമ്പ്. എന്റെ ഈശോയെ, എന്നോട് ഇങ്ങനെ ആയിരുന്നപ്പോ പിന്നെ മറ്റുള്ളവരെ വിടും. മെത്രാൻ ഇങ്ങനെ പെരുമാറിയപ്പോ നമുക്ക് മനസ്സിലായി മറ്റു മെത്രാന്മാരും ഇങ്ങനെയാണോ ഒരു സന്ദേഹം. ഞാൻ ശരിക്കും പള്ളിയിൽ പോലും പോകത്തില്ല ഇപ്പം, സത്യമായിട്ടും. ആ അച്ഛൻ ഇനി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ രണ്ടനുഭവം എന്റെ അടുത്ത് കിടക്കുന്നുണ്ട്. മൂന്നാമത് ഇനി ഇതാണോ, ഇനി അതോ അച്ഛൻ വേറെ വല്ല ഇത് വെച്ചിട്ട് പറഞ്ഞാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിപ്പോ പോയിട്ടില്ല. പുള്ളി പറഞ്ഞല്ലോ, ഓ ഞാന് ലൗകികവും ഉണ്ട്. കുളിച്ചാ മാറുന്നത് അപ്പൊ പിന്നെ അങ്ങനെയാണെ പുള്ളി എല്ലാരോടും പറയട്ടെ, കുളിച്ചാ മാറുന്നതാ, നിങ്ങൾ ലൗകികോ ഇതോ എല്ലാം കൂടെ കൊണ്ടു നടന്നോളാം. അയ്യോ, എനിക്കത് മനസ്സിലാവാത്ത. കുളിച്ചാ മാറുന്നത്. ലാസ്റ്റ് മെസ്സേജ് പുള്ളി എന്നോട് പറഞ്ഞ്, പിന്നെ സഭയൊന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം, എന്താവശ്യമെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആരും അറിയാതെ ഞാനൊരു വൈഫായിട്ട് തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, അച്ഛോ, അയ്യോ തിരുമേനി, എനിക്കൊരു ഭർത്താവുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ഭർത്താവിന് ആവശ്യമില്ല. അയാൾ എന്നെ വിളിക്കും. ഒരു ദിവസം മോൻ ചെന്നെടുത്തപ്പോ ഞാൻ നിക്കത് തിരുമേനിയാ, മമ്മി എന്തിയ മോനെ, ഞാൻ അവിടെ വന്നപ്പോ പരിചയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. കുട്ടികളോട് നല്ല പഞ്ചാര, പരിശുദ്ധൻ. അപ്പൊ എന്നോട് ചോദിച്ചു, മമ്മിക്ക് ഫോൺ കൊണ്ട് മമ്മിയുടെ തന്നു കഴിയുമ്പോ ആടോ മാറിയ. അപ്പൊ എന്നോട് മക്കള് പറഞ്ഞു, അമ്മയോട് എന്തിഷ്ടാ തിരുമേനിക്ക്, അമ്മ എന്താ അമ്മ ഫുഡ് കൊടുത്തോണ്ടാന്നോ? ഞാൻ പറഞ്ഞ ആയിരിക്കും, എന്തേലും പറയാൻ പറ്റുമോ? ഇങ്ങനെ വന്നാലും ഞാൻ അന്നോടെ ഫുഡ് കൊടുപ്പ് നിർത്തി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇനി ഞാനില്ല. ഒരു പ്രാവശ്യം 7 അച്ഛന്മാരുടെ ഗാനശുശ്രൂഷയ്ക്ക് വന്നു. അന്ന് ഞാൻ 2 ദിവസം ചോറ് കൊടുത്തത്. എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാവർക്കും കൊടുക്കും, നല്ല ഇതായിട്ട് കൊടുക്കും. പക്ഷെ ഈ തിരുമേനിയുടെ ഇത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, അച്ഛോ ഇനി ഞാനില്ല ഫുഡ് കൊടുക്കുക. അതെന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് നേരമില്ല അച്ഛാ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. പറയാൻ പറ്റൂ ഇതുകൊണ്ടാണെന്ന്. എല്ലാവരും ഇതുപോലെ നമുക്കറിയാൻ പറ്റും. എനിക്ക് പേടിയാ ഇപ്പൊ അച്ഛാ, കാരണം ഇപ്പൊ ഇനിയുള്ളവർ ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് പേടിയായി പോയി. പുള്ളി അന്നേരം എന്നെ നോട്ടം വിട്ടു. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അയാൾക്ക് നേരത്തെ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അയാൾ അന്നേരം പൊടുന്നനവെ ഇങ്ങനൊരു രീതി കാണിക്കുമോ? അതെ. അപ്പൊ അയാൾ അച്ഛനായിരിക്കുമ്പോഴേ ആ സ്വഭാവം ഉണ്ട്. അയാൾ അന്നേ കോഴി. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ മസനംസായും കുപ്പായും കൂടെ കേറി എന്നുള്ളതല്ലാതെ അയാൾ അടിസ്ഥാനപരമായി അയാൾ വൃത്തികെട്ടവനാണ്. അത് തന്നെ. ഇനി ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അതെ, എനിക്കതാ മനസ്സിലാവാത്ത. പിന്നെ എന്നിട്ട് സഭ ഇവരെല്ലാം സിനഡിലും എല്ലാം വെച്ച് അംശവടിയും കൊടുത്ത് ഈ കുർബാനയെല്ലാം കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ഈ നിക്കോദിമോസ് തിരുമേനി കുർബാന ചൊല്ലുന്നൊരു സ്ഥലത്ത് അവിചാരിതമായിട്ട് പള്ളിയിലോട്ട് എനിക്ക് പറ്റത്തില്ല. എന്ത് തോന്നുന്നു? എനിക്ക് പറ്റില്ല, സത്യമായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ കൈമുത്താൻ പോലും പോവില്ല, കുർബാനയ്ക്ക് നിക്കത്തില്ല. ഞാൻ ഇറങ്ങിപ്പോവും സത്യമായിട്ട്. അയ്യോ, എനിക്ക് പറ്റുകയില്ല. അതുപോലുള്ള വാക്കുകൾ അങ്ങനെ എനിക്ക് എഴുതിയത്. ഇപ്പൊ ആലോചിച്ചിട്ട് തിരുമേനി അല്ല, അയാളൊരു കച്ചടയാ. ഇനി നിക്കോദിമോസ് തിരുമേനി എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്തേലും പറഞ്ഞാൽ ഞാൻ 4 തെറി പരസ്യമായിട്ട് വിളിക്കും, സത്യം വിളിക്കും. ഇവനാണ് ഹിസ് ഗ്രേസ് ഡാഷ്മോൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.